ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി നായകനെ രഞ്ജിത്ത് തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് 2000-ൽ തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയാണ് വല്യേട്ടൻ. കൈരളി TV വഴി മിക്കവാറും എല്ലാ സിനിമാ ആസ്വാദകരും കണ്ടുകഴിഞ്ഞ ഈ സിനിമ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക്, അതായത് 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തുമ്പോൾ എല്ലാ മേഖലയിൽ നിന്നും മികച്ച റെസ്പോൺസ് തന്നെയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അമ്പലക്കര ഫിലിംസിന്റെ വാർഡിൽ ബൈജു അമ്പലക്കര നിർമ്മിച്ച ഈ സിനിമ 24 വർഷത്തിന് ശേഷമാണ് വീണ്ടും തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. മമ്മൂട്ടി, ശോഭന, സായികുമാർ, ഇന്നസെന്റ്, മനോജ് കെ ജയൻ, സിദ്ദീഖ്, NF വർഗീസ്, സുധീഷ്, വിജയകുമാർ, കലാഭവൻ മണി എന്നിങ്ങനെ താരതമ്യമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസത്തെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിലൂടെ കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 14,70,000 രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പ്രീസെയിൽ കളക്ഷനായി 2 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ 16,70,000 രൂപയായിരുന്നു ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ. അങ്ങനെ കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യ, GCC അഡ്വാൻസ് കളക്ഷനായി 20 ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 120-ലധികം തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യപ്പെട്ടത്. മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയെന്ന് 100% പറയാവുന്ന രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യ നന്നായി പ്രയോജനപ്പെടുത്തി 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തുമ്പോൾ കണ്ണിനും മനസ്സിനും കാതിനും ഒരുപോലെ കുളിർമേകുന്ന സിനിമയായി വല്യേട്ടൻ മാറി എന്ന് തന്നെയാണ് തിയേറ്ററിൽ സിനിമ കണ്ടവരും പുതിയ പതിപ്പിനെ റിവ്യൂ ചെയ്തവരും ഒന്നടങ്കം പറയുന്നത്. മിനി സ്ക്രീനിലൂടെ മാത്രം ഈ സിനിമ കണ്ടവർ ഇപ്പോൾ 4K തിയേറ്ററിൽ വന്ന് ഈ സിനിമ കണ്ടപ്പോൾ പുതിയ അനുഭവം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. സിനിമ എത്ര കളക്ഷൻ നേടും, അല്ലെങ്കിൽ മറ്റേ സിനിമയെ ഈ സിനിമ പൊട്ടിക്കുമോ എന്ന ചോദ്യങ്ങൾക്കപ്പുറം നല്ല 4K റീമാസ്റ്റർ പതിപ്പിൽ നല്ല ക്ലാരിറ്റിയോടെ വന്ന ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ തിയേറ്ററിൽ പോയി സിനിമ കാണുക. ബാക്ക്ഗ്രൗണ്ട് ആയാലും മ്യൂസിക് ആയാലും ശബ്ദമായാലും സംഭാഷണമായാലും എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ച ക്ലാരിറ്റിയോടുകൂടി തിയേറ്ററിലെത്തി വളരെ മികവാർന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അത്രയ്ക്ക് മികച്ച അല്ലെങ്കിൽ നല്ല രീതിയിലാണ് ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ആദ്യ ദിവസം കേരള കളക്ഷനായി 25-30 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 35-40 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുക്കാൻ സാധ്യത. അതനുസരിച്ചുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി ബേസിൽ ജോസഫ്, നസ്രിയ നാസിം എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് MC ജിതിൻ സംവിധാനം ചെയ്ത് നവംബർ 22 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന സിനിമയാണ് സൂക്ഷ്മദർശിനി. ചിത്രത്തിന്റെ ആദ്യ 7 ദിവസം വരെയുള്ള കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യ, ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതനുസരിച്ച് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ 7 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 13,25 ലക്ഷം രൂപയായിരുന്നു. ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യ 7 ദിവസം കൊണ്ട് 2 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 7 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 16,25 ലക്ഷം രൂപയാണ്. GCC ഓവർസീസ് കളക്ഷനായി ചിത്രം 7 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 11,75 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 28 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതനുസരിച്ചുള്ള ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. 8-ാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി 1,20 ലക്ഷം രൂപ നേടിയെടുക്കാനാണ് സാധ്യത. 8-ാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ 30 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. സൂക്ഷ്മദർശിനി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ ഹലോ മമ്മിയാണ്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, ജഗദീഷ്, ജോണി ആന്റണി, അജു വർഗീസ്, സണ്ണി ഹിന്ദുജ, ബിന്ദു പണിക്കർ എന്നിങ്ങനെ താരനിരയുമായി സാൻജോ ജോസഫ് തിരക്കഥ എഴുതി വൈശാഖരൻ സംവിധാനം ചെയ്ത് നവംബർ 21 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ നിലവിൽ കുടുംബ പ്രേക്ഷകരുടെ മികച്ച സാന്നിധ്യമാണ് സിനിമയ്ക്ക് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ 13,000-ഓളം ടിക്കറ്റ് 24 മണിക്കൂറിനുള്ളിൽ വിറ്റഴിക്കപ്പെട്ട ഈ സിനിമ ആദ്യ 9 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 3.5-4 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. നിലവിൽ ഈ സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 6 കോടിക്ക് മുകളിലുമാണ്. ഇന്ന് ശനി, നാളെ ഞായർ എന്നിങ്ങനെ ഈ 2 ദിവസങ്ങളിലും ഈ ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സരിഗമ യൂട്യൂബ് ചാനൽ വഴി ഹലോ മമ്മിയുടെ സക്സസ് ടീസർ പുറത്തിറക്കിയിരുന്നു. വിജയ് സേതുപതി നായകനായി നിതിലൻ സ്വാമിനാഥൻ കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച് 2024 ജൂൺ 14 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ സിനിമയാണ് മഹാരാജ. 20 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ 110 കോടിക്ക് മുകളിൽ കളക്ഷനായിരുന്നു നേരത്തെ നേടിയെടുത്തിരുന്നത്. അനുരാഗ് കശ്യപ്, മമത മോഹൻദാസ്, നടരാജൻ സുബ്രഹ്മണ്യം എന്നിവർ കൂടി അഭിനയിച്ച ഈ സിനിമ ഇന്നലെ നവംബർ 29 വെള്ളിയാഴ്ച ചൈനയിൽ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 40,000-ഓളം സ്ക്രീനുകളിലായി റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സിനിമ പ്രീമിയർ ഷോ കളക്ഷനായി മാത്രം 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു. ചിത്രത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ചൈനീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4,59 ലക്ഷം രൂപയാണ് ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത്. ടോട്ടൽ ചൈനീസ് കളക്ഷനായി മഹാരാജ നേടിയെടുത്തിരിക്കുന്നത് 9,77 ലക്ഷം രൂപയാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ എന്നിവർ അഭിനയിച്ച് സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ 5 പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തുന്ന തെലുങ്ക് സിനിമയാണ് പുഷ്പ 2. ലോകമെമ്പാടുമായി വമ്പൻ പ്രമോഷൻ പുരോഗമിക്കുന്ന ഈ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായി. UA സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നത്. കേരളത്തിൽ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നത് നാളെ ഞായറാഴ്ച രാവിലെ 10 മണിക്കുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.